ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. വൈകിട്ട് 5:30 കൂടിയാണ് സംഭവം. ജോസിലുണ്ട് വിശദാംശങ്ങളുമായി. ജോസിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്? മറ്റു വിശദാംശങ്ങൾ കൂടി. വിനീഷ, കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പിന്തിരിഞ്ഞെത്തിയ 9 കാട്ടാനകളുടെ കൂട്ടം ഈ കണ്ണനെ ആക്രമിക്കുന്നത്. കാട്ടാനകൾ കണ്ണനെ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തു. ആളുകൾ ബഹളം വെച്ചെങ്കിലും ആനക്കൂട്ടം വേഗത്തിൽ പിന്തിരിയാൻ തയ്യാറായില്ല. ആനക്കൂട്ടം പിൻവാങ്ങിയ ശേഷമാണ് കണ്ണനെ എടുത്ത് റോഡിലെത്തിക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ കണ്ണന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം അതിരൂക്ഷമായിരുന്നു. 13ഓളം കാട്ടാനകളാണ് ഈ പ്രദേശത്ത് നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഏലം, കുരുമുളക് അടക്കമുള്ള കൃഷികൾ കാട്ടാന വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കാട്ടാനകളെ തുരുത്താനൊരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ കാട്ടാനക്കൂട്ടം പിന്തിരിഞ്ഞ് വന്ന് പെട്ടെന്ന് കണ്ണനെ ആക്രമിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത്. വിനീഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ടാങ്കുകുടി സ്വദേശിയായ യുവാവ് മരിച്ചു.